5 സംവിധായകർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഇത് കുട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു കഥയൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇതിലേക്ക് വന്നതാണ് സംവിധായകർ. സിനിമയെക്കുറിച്ചും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസും സംവിധായകനായിരിക്കും ഏറ്റവും സന്തോഷം. വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് ഒരു 6-6 ദിവസമായി. ഇപ്പോൾ നമുക്ക് എല്ലാ തിയേറ്ററിലും നിറഞ്ഞ സദസ്സിൽ നല്ല ചിരിയൊക്കെ പടർത്തി നല്ല രീതിയിൽ സിനിമ മുന്നോട്ടേക്ക് പോവാണ്. എല്ലാവരും കേരളത്തിലെല്ലാവരും ഈ സിനിമ 2 കൈയടിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ ഞാനിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിവ്യൂ പറയാനായിട്ട്. അപ്പോൾ നേരത്തെ അവിടെ നിന്നൊരു ബ്രോ പറഞ്ഞതാണ് സിനിമ കാണുന്ന സമയത്ത് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാണ് ആളുകൾ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ തിയേറ്റർ ഫുള്ളാണ്. അത് വളരെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതായത് എല്ലാ ഒരു ഫാമിലി ചെറുപ്പക്കാരെല്ലാവരും സിനിമ ഏറ്റെടുത്തു. അതായത് നമുക്ക് 2 മണിക്കൂർ ചിരിച്ച് ആസ്വദിച്ച് കണ്ടിറങ്ങുന്ന അടിപൊളി സിനിമ. സോ ഇനി സംവിധായകന് തന്നെ ഇനി നമ്മൾ ആരെ വേദിയിലേക്ക് വിളിക്കണം? അല്ല, ഇനി ആരെ വേദിയിലേക്ക് ആരെ വിളിക്കണം? എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും 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 ഹൈലൈറ്റ് വരാൻ കഴിയുന്നതിൽ. അതും ലാസ്റ്റ് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ വരുന്നത് സുലേഖ മനസ്സിൻ്റെ ടൈമിലാണ്. കറക്റ്റ് 1 വർഷം മുമ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ മന്ദാകിനി അതിലും സക്സസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഗ്രോത്ത് പേഴ്സണലി കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഹൈലൈറ്റിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ അതേ സ്റ്റേജിൽ ഇങ്ങനെ എന്നെ നിൽക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക അടിപൊളി. ഈ മന്ദാകിനി സിനിമ മന്ദാകിനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മന്ദാകിനി എന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ചിരിയോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ? സോ എനിക്ക് തോന്നുന്നു അനാർക്കലിയെ സംബന്ധിച്ചും എല്ലാ സിനിമകളും ഗംഭീരമായിരുന്നു, പക്ഷേ ഒരു ത്രൂ ഔട്ട് ഒരു കോമഡി എൻ്റർടൈനറാണ് മന്ദാകിനി അല്ലേ? എത്രമാത്രം എൻജോയ് ചെയ്തായിരുന്നു അതിൻ്റെ ഒരു ക്രൂ? തമാശ പടമായതുകൊണ്ട് തന്നെ ക്രൂവിലുള്ള എല്ലാവരും കൂടുതൽ തമാശയാണ്, ഭയങ്കര അലമ്പാണ്. ഇതിപ്പോൾ നമ്മുടെ വീഡിയോസിലെ കണ്ടറിയാൻ അലമ്പാണ്. അങ്ങനെ അത് ഈ ഡയറക്ടറാണെങ്കിലും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണെങ്കിലും നമ്മുടെ അജയ് വാസുദേവനാണെങ്കിലും അലമ്പ് ടീംസാണ്. അപ്പോൾ ഇവരിങ്ങനെ നമ്മുടെ കൂടെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റൊക്കെ ചെയ്ത് അങ്ങനെ കോളേജിലൊക്കെ ടൂർ പോകുന്ന പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ശരിക്കും എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ നടക്കുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും ഇവരോട് നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുക. അത്രയും സിമ്പിളായിട്ടുള്ള വളരെ ഹമ്പിളായിട്ടുള്ള ആൾക്കാരാണ്. അടിപൊളി. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഹൈലൈറ്റ് മാളിലേക്ക് വരുന്നത്. ഇന്ന് കൈയടിക്കും. ഹൈലൈറ്റ് മാളിന്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കും. ഈ പ്രധാന പ്രവർത്തന മേഖല സ്റ്റേജ് ആയതുകൊണ്ട് വരുമ്പം അറിയാതൊരു കൈയടി കിട്ടുമ്പോൾ ഒരു ഊർജ്ജം കിട്ടും. അതുകൊണ്ടാണ് താങ്ക് യു. സിനിമ ഇതിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, കാണാത്തവർ പോയി കാണുക. വലിയ സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്നെ ഒരു സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് അതിൻ്റെ സിനിമ കണ്ടു അല്ലെങ്കിൽ നീ അതിൽ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ശിവചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെൻ്റെ ജീവിതമൊന്നുമല്ല, അത് അങ്ങേര് ചുമ്മാ പറഞ്ഞതാണ്. അങ്ങനെ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. കാര്യം നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ 2 അടിച്ച് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് 2 ഒഴിച്ചു കൊടുത്ത് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇതൊക്കെ ഞാനും ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളൂ. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്ത് കുറച്ച് കൂടിപ്പോയതാണ് സിനിമയ്ക്ക് പറ്റിപ്പോയി. അത് കുറച്ച് കൂടിപ്പോയി. അത് മാത്രമാണ് കുറച്ച് കൂടിപ്പോയി. അത് മാത്രമേ ഉള്ളൂ സിനിമയിൽ പറ്റിപ്പോയിട്ട്. പിന്നെ ഒരുപാട് സന്തോഷം ഇവിടെ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. അതിലും വലിയ സന്തോഷം ഈ സിനിമയിൽ നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്പം വിനോദേണ്ണൊക്കെ പറഞ്ഞ പോലെ ഈ 5 ഡയറക്ടേഴ്സ് ഒന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ ലൊക്കേഷനിൽ എന്നെ പോലുള്ള പുതിയ ആൾക്കാർക്ക് തന്ന ഒരു കംഫർട്ടാക്കി നിർത്തിയൊരു രീതിയുണ്ട് ഇതിൻ്റെ ക്രൂ ആയാലും എല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു നന്മയോ വിജയമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ആ ലൊക്കേഷനിൽ എല്ലാവരെയും അത്രയും ഈസിയാക്കി അഭിനയിപ്പിച്ചതുകൊണ്ടാണ്. അതിന് ഇതിൻ്റെ എല്ലാവരോടും എല്ലാവരോടും നന്ദി പറയാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പിന്നെ അത്രേ ഉള്ളൂ. യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നത് നമ്മുടെ ശ്രീകുട്ടിയെ വിളിച്ചാലോ അല്ലേ? ഞങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? ഷീച്ചേട്ടൻ ഇങ്ങോട്ട് നോക്കിയേ. ശ്രീകുട്ടിയെ വിളിച്ചാന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു വിളി കേട്ടായിരുന്നോ? ഒന്നുമില്ല. ഭവിഷ്യാണ്
സോറി ബബിതയുടെ നാടാണത്. അതെ. അപ്പോൾ ഞങ്ങൾ ഇതിന് തൊട്ട് മുന്നേ മഞ്ചേരി തിയേറ്ററിലാണ്, അവിടുത്തെ തിയേറ്ററിലേക്കാണ് നമ്മൾ തിയേറ്റർ വിസിറ്റ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ അനാർക്കലി മുന്നേ പോകുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം സ്വാഭാവികം ചെല്ലുമ്പോൾ അനാർക്കലിയോടെ അല്ലേ എല്ലാവരും അനാർക്കലി അനാർക്കലി എന്ന് വിളിക്കണ്ടേ. ഒരു സൈഡിൽ നിന്ന് മാത്രം കുറച്ച് പേര് ട്യൂഷൻ ടീച്ചർ ബബിത, ട്യൂഷൻ ടീച്ചർ ബബിത, ഇതെന്താന്ന് മനസ്സിലായില്ലേ ഇപ്പം. അപ്പം ഞങ്ങൾ ചോദിച്ചു ഹൈലൈറ്റ് മാളിന്റെ ഏത് ഭാഗത്താണ് നീ പറഞ്ഞു വിട്ടേക്കുന്ന ആൾക്കാർ നിൽക്കുന്നതെന്ന് പറയണം. അതിന്റെ ഓപ്പോസിറ്റ് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്താണ്. ഇടത് സൈഡാണ് ബബിതയുടെ ആൾക്കാർ, വലത് വേറെ, ഇടത് ബബിത ഫാൻസ്, ബബിത ആർമി. പിന്നെ ആർമിയുടെ കയ്യടി നിങ്ങൾക്ക് പുതുമയുള്ളതല്ലായിരിക്കുമല്ലോ, ഇവിടെ ഒരുപാട് നടന്നതാണല്ലോ, അതുകൊണ്ട് എനിക്ക് അത് ഇറങ്ങി പറയാം. ഞാൻ ഈ സിനിമയിലേക്ക് വരാൻ കാരണക്കാരൻ ഏബിളാണ് കേട്ടോ. കാര്യം ഞാൻ ഈ സിനിമയിൽ ഏബിളിനൊരു ഗൈഡ് കൊടുക്കും. തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡ്. ഒന്നുമില്ല, എൻ്റെ ക്യാരക്ടർ ആര് ചെയ്യണമെന്നുള്ള ഇങ്ങനെ ചർച്ച നടക്കുന്ന സമയത്ത് യാദൃശ്ചികമായി എൻ്റെ പേര് അവിടെ എടുത്ത് പറയുന്നത് ഏബിളാണ്. താങ്ക് യു. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സന്തോഷം നമ്മളിതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ചിരി, ഒരാളിൽ ഒരു ചിരി കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരുപാട് പേരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മന്ദാകിനി, ഇപ്പൊ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മന്ദാകിനിയുടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു മധുരം, ഒരു കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. സോ ഹൈലൈറ്റ് മാൾ ഒഫീഷ്യൽസ് ഒന്ന് സ്റ്റേജിലേക്ക് വരിക. മിസ്റ്റർ തൻവീർ